ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പാകിസ്ഥാൻ. അയൽ രാജ്യങ്ങളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങൾ. റംദാൻ മാസത്തിനിടെ ഉണ്ടായ ഈ സൈനിക നീക്കമാകട്ടെ മേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് ഇടയായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ രൂക്ഷമാക്കാൻ അവർ പലപ്പോഴായി തന്നെ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനുമേൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ പ്രത്യാക്രമണത്തിൽ 55 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. താലിബാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി തന്നെ താലിബാൻ സൈന്യം പാക് പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ആരംഭിക്കുകയും അതിർത്തി മേഖലയായ ഡൂറൻസ് ലൈനിലെ 2 പാക് സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളും അവിടെ പിടിച്ചെടുത്തതായും താലിബാൻ വക്താവ് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കാബൂൾ, കാണ്ഡഹാർ, പക്തിയ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യാക്രമണം നടത്തിയതെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഏറ്റുമുട്ടലിൽ 8 താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായും 11 പേർ അവിടെ പരിക്കേൽക്കുകയും ചെയ്തതായും ഈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ താലിബാൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇക്കാര്യങ്ങൾ അതിലെ നിജസ്ഥിതി പുറത്തു വരണമെന്നും എന്നാൽ ഈ വിഷയത്തെ തള്ളിക്കൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. തങ്ങളുടെ 2 സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും മറുപടിയായി തന്നെ 36 അഫ്ഗാൻ പോരാളികളെ വധിച്ചതായും ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിർത്തി ലംഘനത്തിന് തക്കതായ മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ഡ്യൂറൻസ് ലൈനിലെ പക്തിയ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 4 മണിക്കൂറുകളോളം നീണ്ട കനത്ത യുദ്ധം നടന്നത്. പാകിസ്ഥാന്റെ ഒരു ടാങ്ക് തകർക്കുകയും വൻതോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചതായും തന്നെ താലിബാൻ ഇവിടെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യം ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള വ്യോമാക്രമണം ഇത് സമീപകാലത്ത് വലിയ രീതിയിൽ ഒരു മോശം അവസ്ഥയിലേക്ക് തന്നെ നീങ്ങുകയാണ്. പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾ തിരിച്ചടി എന്നവണ്ണം തന്നെയാണ് അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ഫലമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം താലിബാൻ ഭരണകൂടം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ ഡ്യൂറൻസ് ലൈനിലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും താവളങ്ങൾക്കും നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ അഫ്ഗാൻ സൈന്യം വലിയ രീതിയിൽ തയ്യാറായത് എന്നതാണ് ഇപ്പോൾ താലിബാൻ വക്താവ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആവർത്തിച്ചുള്ള പ്രകോപനങ്ങളും അത് ലംഘനങ്ങൾക്കുമുള്ള മറുപടിയായി തന്നെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞയാഴ്ച അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 70ഓളം ഭീകരരെ വധിച്ചതായി തന്നെ പാകിസ്ഥാൻ ഇവിടെ അവകാശപ്പെടുകയായിരുന്നു. എന്നാൽ കൊല്ലപ്പെട്ട സാധാരണക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഈ അവകാശവാദം തള്ളിക്കളയുകയും ഇതിന് പിന്നാലെ അതിർത്തിയിൽ പ്രത്യാക്രമണവുമായി തന്നെ ഇവർ രംഗത്ത് വരികയും ചെയ്തു. അതേപോലെ ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ 7 ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷൻ നടത്തിയതെന്നായിരുന്നു അവിടെ പാകിസ്ഥാൻ വിശദീകരണം നൽകിയത്. മേഖലയിൽ സമാധാനം നിലനിർത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും മാത്രമല്ല എന്നാൽ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് അതിൽ കൂടുതൽ മുൻഗണന നൽകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായി തന്നെ പാക് വാർത്താവിനിമയ മന്ത്രാലയം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.